ദൈവതിരുനാമത്തിന് മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 2ാം ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അമ്മയ്ക്കെഴുതിയ കത്ത് എന്ന പേരിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മനോഹരമായ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിനകത്ത് അന്ധയായ ഒരു വിദ്യാർത്ഥിനിയുടെ അടുത്തുകൂടെ കടന്നുപോയ ആൺസുഹൃത്തിനെ അവൾ പേര് ചൊല്ലി വിളിച്ചിട്ട് ചോദിച്ചു, ശ്രീജേഷ്, നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? അത് കേട്ടപ്പോൾ അവളുടെ അടുത്ത് നിന്ന് മറ്റൊരു പെൺകുട്ടി അത്ഭുതം കൂറി ചോദിച്ചു, അല്ല, അപ്പം നിനക്കല്ലേ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് അടുത്തുകൂടി പോയത് ശ്രീജേഷാണെന്ന് മനസ്സിലായത്? അന്ധയായ പെൺകുട്ടി പറഞ്ഞു, അതോ ആ രാസ്നാദിപ്പൊടിയുടെ മണം. അവൻ ഒരു മാറ ജലദോഷിയല്ലേ. അതിനുശേഷം ആ പെൺകുട്ടി പറയുന്ന വാക്കാണ് ആഴമായി ആരുടെയും മനസ്സിനെ സ്വാധീനിക്കുക. ഓരോരുത്തർക്കും ഓരോ മണമുണ്ട്. അച്ഛന് കള്ളിൻ്റെയും മുറുക്കാൻ്റെയും മണം, അമ്മയ്ക്ക് വിയർപ്പിൻ്റെയും കരിയുടെയും മണം, സോമൻ സാറിന് മുറുക്കാൻ്റെ മണം, സൈനബ ടീച്ചർക്ക് അത്തറിൻ്റെ മണം, നിനക്കാണെങ്കിലോ നല്ല കാച്ചിയ വെളിച്ചെണ്ണയുടെ മണം. ഓരോരുത്തർക്കും ഓരോ മണമുണ്ട്. വിയർപ്പിൻ്റെ മണം വിലയുള്ളതാണ്. അധ്വാനത്തിൻ്റെ മണം ആത്മാഭിമാനത്തിൻ്റെതാണ്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മണം മനം മടുപ്പിക്കുന്നതാണെന്ന് മറന്നു പോകരുത്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ 2 മണം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. 1 കോസ്മെറ്റിക് സെൽ, 2 ഗോസ്പൽ സ്മെൽ. സുഗന്ധവർഗങ്ങളുടെ മണവും സുവിശേഷത്തിൻ്റെ സുഗന്ധം. ജീവിതത്തിൽ സുഹൃതം ചെയ്യുന്നവരുടെ ജീവിതത്തിനാണ് സുവിശേഷത്തിൻ്റെ സുഗന്ധമുണ്ടാകുന്നത്. അവന് കാണാൻ വന്ന പൂജരാജാക്കന്മാർ പൊന്നും മോരും കുന്തിരുക്കവും കാഴ്ചവെച്ചു എന്നാണല്ലോ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ സുഹൃതങ്ങളുടെയും സുവിശേഷത്തിൻ്റെയും സുഗന്ധം പരത്തുന്നവരായി മാറാൻ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ നമുക്കൊരു ചോദ്യം ഉയരട്ടെ. എൻ്റെ ശരീരം സുഗന്ധവർഗങ്ങളുടെ സുഗന്ധം കൊണ്ട് പരിമളം പരത്തുന്ന സമയത്ത് മനസ്സ് സുവിശേഷത്തിൻ്റെയും സുഹൃതങ്ങളുടെയും സുഗന്ധം കൊണ്ട് നിറഞ്ഞു കവിയുന്നുണ്ടോ? ആയതിന് ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.